ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നല്ല ഒരു അടിപൊളി സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെക്കുക. തിളച്ച വെള്ളത്തിൽ ഒരു 100 ഗ്രാം സോയ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പുതർത്തി വെക്കുക. അതിനപ്പുറം കുറച്ച് ഉപ്പ് ഇടുക. അപ്പോൾ അത് ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം പുതർന്നതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടി മിക്സാണ്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എയർ ഫ്രയറിൽ ഇടാൻ. അപ്പോൾ ഈ എയർ ഫ്രയർ ഇല്ലാത്ത ആൾക്കാർ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തേക്കുക. അതിന് ശേഷം കടായി അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് ബട്ടർ ഇടുക. ബട്ടറിന് ശേഷം ഗാർലിക്ക് വെളുത്തുള്ളി നല്ലതെന്ന് കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞാന്ന് കട്ട് ചെയ്ത് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി 1/2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് ബ്രൗൺ കളറിന് വരുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഈ തിക്നെസ് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കിയിട്ടുള്ള സോയ ചങ്ക്സ് വന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും വെച്ച് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് മക്കളെ. മസ്റ്റായിട്ട് ട്രൈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് മെസ്സേജ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ വെയിറ്റ് ലോസിന് നല്ല ഒരു റിസൾട്ട് തരുന്നത് മക്കളെ. ഞാൻ കഴിച്ചു നോക്കി നല്ല ഒരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇത്ര ഡയറ്റ് എടുക്കുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നി. ബൈ ഗൈസ്.